ബ്രേക്കിംഗ് ന്യൂസ്. ബംഗളൂരുവിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ വർഷം ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു ഉദ്ഘാടനത്തിന് വന്ന പ്രമുഖ നടിയോട് ചിലർ അപമര്യാദയായി പെരുമാറിയെന്ന് പോലീസിൽ പരാതി. അല്ല, ഫ്രഷ് സെക്രട്ടറി, ഇപ്രാവശ്യം ഓണത്തിന്റെ അനക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ രഞ്ജിത്തെ? കഴിഞ്ഞ ഓണാഘോഷത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിന്ന് പറഞ്ഞിട്ട് പോലീസ് കേസായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുണ്ട് അത്രേ. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അതിന് മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചത്? അതൊന്നും എനിക്കറിയില്ല. വാതിലിൽ ചില തട്ടിയെന്നോ മുട്ടിയെന്നോ. നമ്മുടെ അന്നത്തെ നാടകത്തിൻ്റെ തേക്കതാകത്ത് ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. വേറെ ചിലക്കാണെങ്കിലോ റിപ്പോർട്ട് വന്നതുമുതൽ പനിയാണ്. ശരിയാണല്ലോ, ഒരുത്തൻ തൃശ്ശൂരിൽ ക്രിക്കറ്റ് കളിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരാഴ്ചയായി. ഇനി അതും ഇതും തമ്മിൽ. തൃശ്ശൂരോ? നല്ല കഥ. ഇവിടെ ഒരുത്ത ഓണപ്പരിപാടി കഴിഞ്ഞതിൻ്റെ അടുത്ത ആഴ്ച പോയതാ UK ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഓഹോ, ഹേമ കമ്മിറ്റിയുടെ 5ാമത്തെ 6ാമത്തെയും പേജൊന്നും ഇറങ്ങിയിട്ടില്ല. ഇനി എങ്ങാനും നിന്റെ പേര്. ഞാൻ മുങ്ങാൻ പോവുക. അല്ലെങ്കിൽ തന്നെ വേറെ സമരവും പ്രക്ഷോഭവും എല്ലാം എനിക്കതിലൂടെ നടക്കുന്നുണ്ട്. ഒറ്റക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റക്ക് വന്നവനെ തള്ളിപ്പറയുന്നോടാ അപ്പ. ഛേ, ഗ്രാമവാസികളെ. എന്റെ പിള്ളേരെ തൊടുന്നോടാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ആളെ മനസ്സിലായില്ലേ? ഇതാണ് രംഗണ്ണൻ, ദൊഡ്ഡനാഗമംഗലയിലെ ദൊഡ്ഡ അണ്ണൻ. നിങ്ങൾ അണ്ണന്റെ പുതിയ റീൽസ് ഒന്നും കണ്ടിട്ടില്ലേ? അണ്ണ, ആ റീൽസ് ഒന്ന് കാണിച്ചു കൊടുക്ക്. ಓಣ ಹಬ್ಬ ಯೋಜನೆ ಏನು? ಯಾವುದು ಕಾರ್ಯಕ್ರಮಗಳು? ഓ, മലയാളത്തിൽ പറയണ. ഓണമൊക്കെ അല്ലേ മോനെ, എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ ശരി, ഞാൻ നമ്മുടെ പിള്ളേരെ വിളിക്കാം. എല്ലാവരും വാ. കണ്ടുറന്ന് കണ്ണിറച്ച് കാണുക മോനെ. വലിയവർക്ക് പോലെ നിന്ന് ദുഃഖമാ. അണ്ണാ, ഷളായി. ശരി അമ്പാനെ, നീ തന്നെ ചെയ്യേ. അണ്ണ, ആ മറ്റവനെ വിളിക്കാം. ആരായി മറ്റവൻ? നമ്മുടെ ആ വാട്സപ്പിലുള്ള ആ നീലവട്ടത്തിലുള്ളവൻ. ഓ, നമ്മുടെ മെറ്റ AI റിംഗ്. ആ, അവൻ തന്നെ. ഈശ്വര, ഇനി ഇവന്മാർ എന്തൊക്കെയാണോ എന്തോ എന്നോട് ചോദിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഗ്രാമവാസികളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ കുടുങ്ങിയിരിക്കുക. ഹേയ് മെറ്റാ, ഓണത്തിന് പറ്റിയൊരു പാട്ടിട്ടെ. വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യക്കെട്ടണ്ടേ, പായസം കുറ്റണ്ടേ, പായസം കുറ്റിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ, തിരുവോണം വന്നല്ലോ. അവലി വന്നേ, അവലി പോണേ. ശരിയായില്ല അല്ലേ? എന്താ അമ്പാൻ എങ്ങനെ? അണ്ണ, ഞാൻ വേറെ പാട്ടിടാം. മേട്ടാ, വേറൊരു പൊളപ്പും പാട്ടിട്ടെ. അണ്ണ ഹാപ്പി ആവട്ടെ.
നാട്ടാരെല്ലാം കൂട്ടം കൂടി പിള്ളേരെല്ലാം ഊഞ്ഞാലാടി അങ്ങോട്ടെല്ലാം ഓണക്കോടി പൊന്നോണം വന്നേ വന്നേ തിരുവോണം വന്നേ വന്നേ പൊന്നോണം വന്നേ വന്നേ മാവേലി വന്നേ വന്നേ പച്ചടി കിച്ചടി കൂട്ടുകറി ആ പപ്പട പായസം കൂട്ടിയടി ഇതൊന്നൊരു രസമില്ലല്ലോ രംഗണ്ണ. ശരിയാ, ഞങ്ങൾ ഹാപ്പി ആയില്ല. മെറ്റയും കത്തയൊന്നും വേണ്ട, നമുക്ക് എൻ്റെ പാട്ട് തന്നെ ഇടാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ അണ്ണൻ ചോരാട്ടപ്പുലി ഇതയാങ്ങുന്നോർക്കും നിന്നോർക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡ സർവത്ത് നുടിയിൽ മതയാനെ നെരുത്തിടും കരുത്ത് ഇവനെ പടച്ചു കടമുള്ളത് പത്തിൽ പത്ത് നിങ്ങൾ ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അതാണ് അണ്ണന് വേണ്ടത്. എന്നാ പിന്നെ അടിച്ചു കയറി വാ, നമുക്ക് ഹാപ്പി ആക്കാം. സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇത് നിൻസുദിനമല്ലേ പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും വർമ്മ